ഹായ് എവരിവൺ. ഈ ലോകമഹായുദ്ധങ്ങളൊക്കെ കഴിയുമ്പം ധാരാളം സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നതായിട്ടും അതിന്റെ ഫലമായി രാജ്യങ്ങളുടെ എക്കണോമിയിൽ ഒരു ഗ്രോത്തും പൊതുവെ കണ്ടുവരാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ വേൾഡ് വാർ ടൂവിന് ശേഷം USA എക്കണോമി വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതെന്തുകൊണ്ടാണ് എന്ന് കുറെ പഠനങ്ങൾ നടന്നു. അതിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കാരണമായിട്ട് അവർ കണ്ടെത്തിയത് വാറിന്റെ സമയത്ത് അവശ്യ സാധനങ്ങളൊന്നും ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിനുശേഷം വാറ് മാറിക്കഴിയുമ്പം ഈ അവശ്യ സാധനങ്ങളും മറ്റു പല ആവശ്യങ്ങളും അവർക്കും ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ അവർക്ക് ആ ഒരു ഫ്രീഡത്തിന്റെ സെൻസും കൂടെ പല റെസ്ട്രിക്ഷൻസും ആ വാർ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ ആ ഒരു ഫ്രീഡത്തിന്റെ സെൻസ് കാരണം ആൾക്കാർ കൂടുതൽ സർവീസസ് കൺസ്യൂം ചെയ്യുന്നു, അങ്ങനെ രാജ്യം വളരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന റീസൺ. എന്നാൽ കുറെ റീസൺസിന്റെ കൂട്ടത്തിൽ ഒരു റീസൺ ആയിട്ട് കണ്ടെത്തിയതെന്ന് വെച്ചാൽ വാറിന്റെ സമയത്ത് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ്സിലൂടെയും അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റേറ്റ്സിലൂടെയൊക്കെയാണ് ആളുകൾ കടന്നു പോകുന്നത്. വാർ എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ട്രോമയായിരിക്കും ലൈഫിൽ. അതിൽ നിന്ന് അവർ റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പൊ ആ ഇമോഷൻസിന്റെ ഒക്കെ ബാക്കി പത്രം അവരുടെ മനസ്സിൽ കാണും. ആ ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റി അവർ സ്വന്തമായിട്ട് ഒന്ന് ഓക്കെ ആവാൻ, സൈക്കോളജിക്കലി ഓക്കെ ആവാനായിട്ടാണ് അവര് ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള സാധനങ്ങൾ ഇതുപോലെ പൈസ ചെലവഴിച്ച് വാങ്ങിക്കൂട്ടുന്നത് എന്നായിരുന്നു ഒരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ശരിക്കും നമുക്ക് ആവശ്യം ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഇമ്പൾസീവായിട്ട് ഒരു ഇമോഷണൽ റെസ്പോൺസിന്റെ പുറത്ത് നമ്മൾ ഒട്ടും ആലോചിക്കാതെ വാങ്ങിച്ചു കൂട്ടുന്നതിനാണ് ഇമോഷണൽ സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഇത് ചില ആളുകൾ ഒരു ഹാബിറ്റാക്കി വെക്കാറുണ്ട്. ഇത് സങ്കടം വരുമ്പം മാത്രമല്ല ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പം മാത്രമല്ല, നെഗറ്റീവ് ഇമോഷൻസിന്റെ റെസ്പോൺസ് ആയിട്ട് മാത്രമല്ല ഇമോഷണൽ സ്പെൻഡിങ് ഉള്ളത്. വളരെ അതിയായി സന്തോഷം വരുമ്പോഴും ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചില സൈക്കാട്രിക് ഡിസോർഡേഴ്സിലൊക്കെ, ഡിപ്രഷൻ ഉള്ളവരിലും അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റായ മാനിയ ഉള്ളവരിലൊക്കെ ഇതുപോലെ ഉള്ള ബൈയിങ് ഡിസോർഡേഴ്സ് വരെ കാണാറുണ്ട്. അതായത് അതിനെ കമ്പൽസീവ് ബൈയിങ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഒനിയോമാനിയ എന്ന് പറയാറുണ്ട്. അപ്പം അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12th മാൻ എന്ന് പറയുന്ന സിനിമയിൽ അനുശ്രീ അവതരിപ്പിച്ച ക്യാരക്ടറിന് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതായിട്ട്, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും എപ്പോഴും വാങ്ങിക്കൂട്ടുന്ന ഒരു സ്വഭാവമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ഡിസോർഡർ ആയിട്ടൊന്നും അല്ലെങ്കിലും ഇത് ഒരു ഹാബിറ്റ് ആക്കി വെച്ചേക്കുന്നവരുണ്ട്. ഒക്കേഷണലി ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലപ്പം നമ്മൾ തന്നെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉള്ള ഫാമിലിയിലോ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് പുറത്ത് പോവുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും പ്ലാനൊന്നും ഇല്ല, എങ്കിലും നമുക്ക് കാണുമ്പം ഇഷ്ടപ്പെടുന്ന സാധനം എടുക്കുന്നതിനെ നമുക്ക് ഇമ്പൾസീവ് ബൈയിങ് എന്ന് വിളിക്കാം. പക്ഷെ അതൊരു ഇമോഷണൽ സ്പെൻഡിങ് ആവുന്നില്ല. അതേസമയം നമുക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഒരു സാധനമല്ല, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തത് പ്രത്യേകിച്ച് ഒരു പ്ലാനും കൂടാതെ നമ്മളത് വാങ്ങിക്കുകയും താൽക്കാലികമായിട്ട് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ അത് ഒന്ന് ഓൾട്ടർ ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഫീലിംഗ് തോന്നുകയും ചെയ്യുമ്പോഴാണ് അതിനെ ഇമോഷണൽ സ്പെൻഡിങ് എന്ന് പറയുന്നത്. അതായത് വളരെ സങ്കടത്തിലിരുന്ന് നമുക്ക് ഒരു ബേസ്റ്റ് ഓഫ് ഹാപ്പിനെസ് അതിൽ നിന്നും കിട്ടുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പഴയ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അതിൽ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മൊമെന്ററി ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല, ഒരു ഡോപ്പമൈൻ റിലീസ് കാരണം. പക്ഷെ അതിനുശേഷം നമ്മൾ ആ നമ്മുടെ ഒരു ഇനിഷ്യൽ ഇമോഷണൽ സ്റ്റേറ്റിലേക്കോ അതിൽ വേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കോ ഇതിന്റെ ഡ്രോപ്പ് കാരണം പോകുമെന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ സിനിമ കാണുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഒരു പ്രോസസ്സ് മാത്രമാണ്. താൽക്കാലികമായിട്ട് മാത്രം നമുക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒക്കേഷണലി ആണ് നമ്മൾ ഇമോഷണൽ സ്പെൻഡിങ് നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻസിനെ ഒന്നും വലുതായിട്ടൊന്നും ബാധിക്കത്തില്ല. എന്നാൽ നമുക്ക് ചെറിയൊരു ഹാപ്പിനെസ് അപ്പൊ തരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇതൊരു ഹാബിറ്റ് ആക്കി വെച്ച് അത് നമ്മുടെ ഫിനാൻസിനെ അഫക്റ്റ് ചെയ്യുക, ഫിനാൻസിനെ അഫക്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് അഡീഷണൽ സ്ട്രെസ് ഉണ്ടാകുക, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് താഴേക്ക് പോകുമ്പോൾ ആ സ്ട്രെസ്സിൽ നിന്നുള്ള ഇമോഷനിൽ നിന്ന് പിന്നെയും നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ഇതൊരു വിഷ്യസ് സൈക്കിൾ ആയി കഴിഞ്ഞാൽ ഇത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. ശരിക്കും ഈ ഇമോഷണൽ സ്പെൻഡിങ് ഹാബിറ്റ് നമുക്കുണ്ടോ, അതോ നമ്മളൊരു ഒക്കേഷണൽ ഇമോഷണൽ സ്പെൻഡർ ആണോ? ഇങ്ങനെയുള്ള സ്പെൻഡിങ് ഹാബിറ്റ് കൊണ്ട് നമ്മുടെ ഫിനാൻസ് എത്രത്തോളം അഫക്റ്റഡ് ആവുന്നു എന്നൊക്കെ എങ്ങനെ അറിയാനൊക്കും? ഇനി അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത്. പണ്ടത്തെ ആൾക്കാർ
ആൾക്കാരൊക്കെ ബുക്കിലൊക്കെ എഴുതി വെക്കും. പക്ഷെ ഇപ്പം നമുക്ക് മൊബൈലിൽ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനും നമ്മുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാനും ഒക്കെ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇൻകമും എക്സ്പെൻസസും ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് ഇമോഷണൽ സ്പെൻഡിങ് നടത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയാനും നമ്മൾ എത്രത്തോളം പൈസ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെന്ന് അറിയാനും പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടോ അതോ വളരെ ഒക്കേഷണൽ ആയിട്ട് മാത്രമേ നമ്മളിത് ചെയ്യുന്നുള്ളൂ എന്ന്. രണ്ടാമത്തെ ടിപ്പ്, എപ്പോഴും നമ്മളൊരു പർച്ചേസ് നടത്തുന്നതിന് മുന്നേ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഒന്ന് അസസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വളരെയധികം സങ്കടത്തിലാണോ, സ്ട്രെസ്സിലാണോ, സന്തോഷത്തിലാണോ, എക്സൈറ്റ്മെന്റിലാണോ, അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അതൊരു ഇമോഷണൽ സ്പെൻഡിങ് ആവാനാണ് സാധ്യത. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത്, മുൻകൂട്ടി പ്ലാൻ ഇല്ലാത്ത ഒരു സാധനമാണ് വാങ്ങിക്കുന്നത് എങ്കിൽ കൂടുതലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇമോഷണൽ പർച്ചേസ് ആയിരിക്കും. അത് ശരിക്കും ആവശ്യമുള്ളത് കൊണ്ടാണോ, ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണോ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റും അതേ സമയം ഒന്ന് അസസ് ചെയ്ത് നോക്കുക. ഇമോഷണൽ സ്റ്റേറ്റ് അസസ് ചെയ്യുമ്പം പലപ്പോഴും ചില സമയത്തൊക്കെ നമുക്ക് തോന്നും നമ്മൾ സ്ട്രെസ്സിലല്ല, നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള റീസൺസ് ഒന്നും കാണത്തില്ല. നമ്മൾ സങ്കടത്തിലാണെന്നോ അല്ലെങ്കിൽ അതീവമായ സന്തോഷത്തിലാണോ എന്നൊന്നും നമുക്ക് തോന്നണമെന്നില്ല. നമ്മുടെ എൻവയൺമെന്റും ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് വിസിബിളി നമുക്ക് ഡയറക്റ്റ്ലി അറിയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് അയാളുടെ ഒരു പ്രശ്നങ്ങൾ, അയാളുടെ ജീവിതത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എംപത്തറ്റിക് ആണ്. ഹ്യൂമൻ ബീങ്സ് ഭയങ്കര എംപത്തറ്റിക് ആണ്. നമ്മൾ അറിയാതെ തന്നെ അവരുടെ ഫീലിങ്സ് നമ്മുടെ ഫീലിങ്സ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഒരാളുമായിട്ട് ഇമോഷണലി ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പം അത് നിങ്ങളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടോ വൈഫോ ആയിട്ടോ ഉള്ള റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ആണ്, ടോക്സിക് ആണ്. പക്ഷെ നിങ്ങൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആയി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് അത് ഒബ്വിയസ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അണ്ടർലൈൻ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഓട്ടോപ്സി സർജനാണ്. എല്ലാ ദിവസവും ഞാൻ ഡെഡ് ബോഡീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അത് ഇങ്ങനെയുള്ള സീൻസ് ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് എൻ്റെ മനസ്സിൽ എൻ്റെ ഇമോഷണൽ റെസ്പോൺസസിനെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇത്തരത്തിൽ സൈലന്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസസ് ഉണ്ടാകാതെ നമുക്ക് തിരിച്ചറിയാൻ പാടായിരിക്കും. അതുപോലെ തന്നെ പെർഫെക്ഷനിസം പോലെയുള്ള ചില പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവർക്കും ഇത്തരത്തിൽ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അൺബാലൻസ്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് വളരെ ചെറിയ കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം, ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് കാരണമായിരിക്കും അവരുടെ മനസ്സിൽ ഒരു വലിയൊരു ഇമോഷണൽ റെസ്പോൺസിനെ ട്രിഗർ ചെയ്തേക്കാം. പക്ഷെ ഇതൊക്കെ വളരെ വിസിബിളോ ഡയറക്റ്റോ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പാടായിരിക്കും. അപ്പം അപ്പോഴത്തെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാതെ നമ്മുടെ വർക്ക് ലൈഫിൽ നമ്മൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പിയാണോ, ഇതൊക്കെ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് അസസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കറണ്ട് ടൈം പീരീഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കി തരുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്. സൊസൈറ്റി നമ്മളിൽ ചെലുത്തുന്ന ഒരു പ്രഷറുണ്ട്. സൊസൈറ്റൽ പ്രഷറിൽ വഴങ്ങിയിട്ട് ഒരു പർച്ചേസുകളും നടത്താതിരിക്കുക. അൺലെസ് ആൻഡ് അൺടിൽ നമുക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിക്കുക. ഒരാളുമായിട്ട് കമ്പയർ ചെയ്തോ അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഇൻക്ലൂഡഡ് ആകാനായിട്ടോ ഒക്കെ നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ബാക്കിയുള്ള ആളുകളൊക്കെ വളരെ സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരേ ജോലിയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വളരെ സമ്പന്നമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലി അസറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ചിലപ്പോൾ അവർ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾ അത്രയും ഒരു വെൽ ഓഫ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വരുന്നത് എങ്കിൽ, നിങ്ങളുടെ വരുമാനം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ആ ഗ്രൂപ്പിൽ ഫിറ്റ് ആവാനായിട്ട് നിങ്ങൾ ഇത്തരം ഒരു ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്കും അപ്പുറമുള്ള ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സാരമായിട്ട് ബാധിക്കും. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഒരാളുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലോ ഒന്നും ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ മാറ്റാനായിട്ട് കഴിയും.
പിന്നെ ഈ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്ന് പറയുന്നത് ആൾക്കാരുടെ എക്സ്പീരിയൻസസിൽ മാത്രമല്ല, ആൾക്കാരുടെ ഔട്ട്ഫിറ്റ്സ്, ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതിലെല്ലാം നമുക്കൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എക്സസീവ്ലി ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ ചിലപ്പോൾ കൊമേഴ്സ്യലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വീഡിയോസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡ് കൊളാബറേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും നല്ലതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് അത്തരം നമ്മുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്കും എബോവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത, എന്തിന് അവരോട് ഒപ്പം എത്താനായിട്ട്. അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാത്ത ട്രെൻഡ്, പണ്ടൊക്കെ സെലിബ്രിറ്റീസ് ആണ് ഔട്ട്ഫിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാത്തത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, മോഡൽസ് ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെ സാധാരണക്കാരായിട്ടുള്ളവർ ഔട്ട്ഫിറ്റ്സ് വാങ്ങിക്കുന്നു, ഒരു വട്ടം ഇടുന്നു, പിന്നീട് ഡൊണേറ്റ് ചെയ്യുന്നു, പിന്നെയും വാങ്ങിക്കുന്നു. ഡൊണേറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, സസ്റ്റൈനബിലിറ്റിക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ അത്രയും ഔട്ട്ഫിറ്റ്സ് നമുക്ക് പിന്നീടുള്ളത് നമ്മൾ പിന്നെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് അനുസരിച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ആവാനും നമ്മുടെ നീഡ്സിനനുസരിച്ച് അത് ടൈലർ ചെയ്യുകയും ചെയ്യുക. അല്ലാതെ നമ്മളെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഈ വീട്ടിലെ ഗ്രോസറി സാധനങ്ങളുടെ റീഫില്ലിംഗ് വീഡിയോസ് ഉണ്ട്, ASMR വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ റിലാക്സിങ് ആണ്, വിഷ്വലി ഒക്കെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്ലാസ് ജാർസിലൊക്കെ ഒരുപാട് എമൗണ്ടിൽ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. വിഷ്വലി അതുപോലെ തന്നെ കേൾക്കാൻ വളരെ റിലാക്സിങ് ആയിട്ടുള്ള സൂത്തിങ് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. അത് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആകുമ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ അത് ടൈലർ ചെയ്യണം. അല്ലാതെ നമ്മൾ കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കുറേ അധികം ഗ്ലാസ് ജാറൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് വെച്ചിട്ട് അത് മൊത്തം ചീത്തയായി പോയി, അത്രയും പൈസ പോയി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നിരത്തി ഗ്ലാസ് ജാർ വെച്ച് ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അത് ആദ്യമേ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള എന്തോരം റിസോഴ്സസ് ആണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കാരണം ഒത്തിരി ആൾക്കാർ ഇത്തരം വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് കാണാം, ഈ ഗ്ലാസ് ജാർസ് എവിടെ കിട്ടും, ഇത്ര സ്റ്റോക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ. ഇതൊക്കെ കൂടുതലും കൊമേഴ്സ്യലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വീഡിയോസ് ആണ്. അതായത് വ്യൂവേഴ്സ്, അതിനകത്തൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അത്തരം വീഡിയോകൾക്ക് പോകുന്നത്. അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഒക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഫാമിലി, അല്ലെങ്കിൽ വളരെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ഫാമിലീസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇത് കൂടുതലും. ഇത് കണ്ടിട്ട് വളരെ ഇൻസ്പയർഡ് ആയിട്ട് ഒരു ആവറേജ് മലയാളി ഇത്തരത്തിൽ ചെയ്യാൻ നിന്നാൽ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എവിടെ പോയി നിൽക്കും? അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ കണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആകുമ്പം എപ്പോഴും നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ആവാൻ ശ്രമിക്കുക. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിലേക്ക് പോകാതിരിക്കുക. ഇനി ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത്, എനിക്ക് ഇമോഷൻസ് വന്നാൽ എനിക്ക് സ്പെൻഡ് ചെയ്തേ മതിയാവൂ, എനിക്കത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇമോഷൻസ് വരുമ്പോൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു പരിധി വെക്കുക, അതിനൊരു ബഡ്ജറ്റ് നിങ്ങൾ വെക്കുക, അതിനുള്ളിൽ മാത്രം ചിലവാക്കുക. ഇപ്പം 500 ആണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000, 10,000 ആണെങ്കിൽ 10,000. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസും നിങ്ങളുടെ സാലറി ഒക്കെ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫിക്സഡ് എമൗണ്ട് വെക്കുക. അതിനപ്പുറം നിങ്ങൾ ചിലവഴിക്കാതിരിക്കുക. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് മെയിൻലി ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നവർക്കാണ്. ചില ആളുകൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ കാർട്ടിലിട്ട് അപ്പം തന്നെ ഓർഡർ ചെയ്യും. എപ്പോഴും നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് അതിനൊരു 24 hours അറ്റ്ലീസ്റ്റ് ഒരു റിഫ്ലക്റ്റിംഗ് ടൈം കൊടുക്കുക, നിങ്ങൾക്കിത് ആവശ്യമാണോ എന്നുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ഒരു സാധനം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ആ കണ്ടപ്പോൾ കൊള്ളാം, ഇത്രയേ ഉള്ളൂ എങ്കിൽ, അല്ലാതെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ആഗ്രഹമുള്ള ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും അതിനൊരു റിഫ്ലക്ഷൻ ടൈം കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 24 hours. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. ഇത് വളരെ ഇഫക്റ്റീവാണ്. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ വിഷ് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് മുതലുള്ള വിഷ് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിഷ് ലിസ്റ്റിൽ നിന്ന് ഓർഡർ ഒന്നും ചെയ്ത് കാണത്തില്ല. 6 മാസം മുന്നുള്ള ഒരു വിഷ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ആ സാധനങ്ങളൊന്നും കണ്ട് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്തിട്ട് ഇതൊരു ഉപകാരം ഇല്ലാത്ത കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമല്ല, നമ്മുടെ ടേസ്റ്റ് ഒക്കെ മാറും എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരു റിഫ്ലക്ഷൻ ടൈം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ട്രെൻഡ്സിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഉടുപ്പിലെ ബാർകോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആജിയോയിൽ ആ സെയിം പ്രോഡക്റ്റ് കാണിക്കുമല്ലോ. അപ്പോൾ അതിന് ചിലപ്പം വില വ്യത്യാസങ്ങൾ കാണും, കുറവ് കാണും. അപ്പം ഇങ്ങനെ ഒരു തവണ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന് ഏകദേശം പകുതി വിലയാണ് ആജിയോയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തത്, വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ച്. പക്ഷെ പിന്നീട് അപ്പം വീട്ടിൽ ചെന്നിട്ട് അത് ഓർഡർ ചെയ്യണമെന്നാണ് എനിക്കത് കാണുമ്പോൾ. എനിക്കത് പ്രത്യേകിച്ച് തുണി വാങ്ങിക്കാനോ അങ്ങനെ ഒന്നും പോയതല്ല. പക്ഷെ വീട്ടിൽ വന്ന് കുറച്ച്
നെക്സ്റ്റ് ദിവസം ഞാനത് നോക്കുമ്പോഴത്തേക്കും എനിക്കത് അത്രയ്ക്ക് ആ കടയിൽ വെച്ച് കണ്ട അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല. എന്തിനാ എന്ന് തോന്നി. അത് ഞാൻ ഓർഡർ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എത്രയോ പൈസകളാണ് ഇങ്ങനെ ഇമ്പൾസീവ് ബൈയിങ് വഴി കളയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ട്രെൻഡ്സിൽ പോകുമ്പോൾ എപ്പോഴും സ്കാൻ ചെയ്ത് നോക്കിയാൽ വിലക്കുറവിൽ കിട്ടുമെന്നല്ല, നമ്മൾ ഇമ്പൾസീവായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക, അതിനൊരു റിഫ്ലക്ഷൻ ടൈം കൊടുക്കുക. ടിപ്പ് നമ്പർ 6, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും നമ്മൾ അതിനൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നിങ്ങളുടെ ഷോപ്പിങ്ങിന് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം അതിൽ കൂടുതലെന്ന്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഇനി 7ാമത്തെ ടിപ്പ്, നമ്മൾ നമ്മുടെ സ്കൂളിലൊന്നും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു സെക്ഷനേ നമുക്കില്ല. നമ്മൾ അതിനെപ്പറ്റി ഒക്കെ ഭയങ്കര അൺഅവെയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ബേസിക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ആളുകളൊക്കെ ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എനിക്ക് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് 0 ആണ് എൻ്റെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരുപാട് യൂട്യൂബ് ചാനൽസും അല്ലാത്ത പേജസും ബ്ലോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുവഴിയൊക്കെ നമുക്ക് ഡേ ബൈ ഡേ കുറച്ച് കാര്യങ്ങൾ ഫിനാൻസിനെ പറ്റി പഠിച്ച് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇമോഷണൽ സ്പെൻഡിങ് പോലെയുള്ള അനാവശ്യ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടന്നു വരത്തില്ല. ഇത് ഇമോഷണൽ സ്പെൻഡിങ്ങിന് മാത്രമല്ല, ജനറലി നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ബെറ്റർ ആക്കാനും കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടിപ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമോഷണലി സ്പെൻഡ് ചെയ്യുന്നവരാണോ? ഒക്കേഷണലി അല്ലെങ്കിൽ നിങ്ങളിത് ഹാബിറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ? ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസും എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബിക്കോസ് എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ 1.8% ആൾക്കാർ മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്. 98.2% ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.